നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ക്രീപ്പിംഗ് ചെയിൻ സ്റ്റിച്ച് ആണ്. അപ്പോൾ പേര് കേട്ടൊന്നും പേടിക്കേണ്ട. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോർണർ അല്ലെങ്കിൽ ഷാർപ്പ് എഡ്ജസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കർവ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. ആ കർവ് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡിനെയാണ് ക്രീപ്പിംഗ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇതുവരെയുള്ള ക്ലാസ്സിൽ നമ്മൾ ചെയിൻ ലൈനിൽ മാത്രമേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് കർവ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വളവ് വരുന്നൊരു ഷേപ്പ് ഡ്രോ ചെയ്യാം. ഈ ഒരു ക്ലാസ് കൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബേസിക് ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ആവും. സ്റ്റിച്ചസ് കഴിയുമല്ലോ കേട്ടോ. ചെയിൻ സ്റ്റിച്ചിൽ ഇനിയും ഒരുപാട് സ്റ്റിച്ചസ് ഉണ്ട്. ഡബിൾ ചെയിൻ സ്റ്റിച്ച്, ബാക്ക് ചെയിൻ, സിഗ്സാഗ്. പക്ഷേ ഈ ഒരു ക്ലാസ് നിങ്ങൾ തറവായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ചിൽ ഏത് പാറ്റേൺ വേണേലും, ഏത് ഷേപ്പ് വേണേലും, ഏത് ഡിസൈൻ വേണേലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡ് ഡബിൾ ലെയറിലെടുത്തു. ഇതെങ്ങനെയാണ് പിടിക്കേണ്ടതെന്നൊക്കെ അറിയാമല്ലോ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ അത് പഠിച്ചതാണ്. ഇതുപോലെ നമ്മുടെ 2 ഫിംഗറിലായിട്ട് ആ നോട്ടിനെ പിടിച്ചതിന് ശേഷം ചൂണ്ടുവിരലിൽ ഒരു പ്രാവശ്യം ചുറ്റിച്ചെടുത്ത് വീണ്ടും ആ നോട്ട് പിടിച്ചെടുത്ത് തന്നെ പിടിക്കണം. ഈ ലെഫ്റ്റ് ഹാൻഡ് ഫ്രെയിമിൻ്റെ അടിയിൽ പോവും. എന്നിട്ട് നീഡിൽ നമ്മൾ താഴെ ഇറക്കി ഇതുപോലെ ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഇനി സ്റ്റിച്ചിലേക്ക് പോവാം. ഫസ്റ്റ് നീഡിൽ നമുക്ക് താഴേക്ക് ഇറക്കി ത്രെഡിനെ മുകളിലെടുക്കാം. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നല്ലോ, ആദ്യം ചെയ്യേണ്ടത് ലോക്ക് സ്റ്റിച്ച്. നമുക്ക് എങ്ങോട്ടാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കുഞ്ഞു ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ഇതാണ് ലോക്ക് സ്റ്റിച്ച്. വീണ്ടും നീഡിൽ തിരിച്ച് നമുക്ക് ഏത് ഡയറക്ഷനിൽ സ്റ്റിച്ച് ചെയ്യണോ അവിടേക്ക് ചെയിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ ആ ചെയിൻ എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോവല്ലേ. കഴിഞ്ഞ ക്ലാസ്സിലെ ഷേപ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് സ്ട്രെയിറ്റ് ലൈനിലായിരുന്നു സൈഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നമ്മൾ കർവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഡിസൈൻ പെർഫെക്റ്റ് ആവത്തില്ല. ഇപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിയേ, നമ്മൾ ഇത്രയും സ്റ്റിച്ച് ചെയ്തിടം കണ്ടു കഴിഞ്ഞാൽ ഒരു ഫിനിഷിംഗ് ഇല്ല. അപ്പോൾ ഈ സ്റ്റിച്ചിങ് അഴിച്ചിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ലോക്ക് സ്റ്റിച്ച് ഇട്ട് നമ്മൾ ഓപ്പോസിറ്റിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ചെയിൻ ഇവിടെ നമ്മൾ കർവ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ചെയിൻസ് ആയിരിക്കണം. നമ്മൾ ലൈൻ ചെയ്യുന്ന പോലെ വലിയ ചെയിൻസ് എടുത്തു കഴിഞ്ഞാൽ ഫിനിഷിംഗ് ഉണ്ടാകത്തില്ല. ഇതുപോലെ ചെറിയ ചെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ നമ്മൾ ലോങ് ചെയിൻ യൂസ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് കിട്ടത്തില്ല. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന അത്രയും സ്റ്റിച്ചസ് കണ്ടോ, കറക്റ്റായിട്ട് ആ ഒരു വളവ് വന്നിരിക്കുന്നത്. അടുത്ത കർവ് ഞാൻ ലോങ് ചെയിനിൽ ചെയ്ത് കാണിക്കാം, എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവത്തുള്ളൂ. ഈ കർവ് ഞാൻ ലോങ് ചെയിനിൽ ചെയ്യാം. ഇപ്പോൾ ഈ 2 സ്റ്റിച്ചസും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഫിനിഷിങ് നമ്മുടെ ചെറിയ ചെയിൻ സ്റ്റിച്ചിനാണ്. ലോങ് ചെയിൻ സ്റ്റിച്ചിലും നമുക്ക് ആ കർവൊക്കെ കറക്റ്റായിട്ട് വന്നു, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു പെർഫെക്ഷൻ ഇല്ല. ആ ലോങ് ചെയിൻ ഇട്ടടുത്തെല്ലാം ഓരോ പോയിൻറ്റ്സ് ആയിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. അതേസമയം ചെറിയ ചെയിൻ ആണെന്നുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് ക്രീപ്പിംഗ് പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് നിൽക്കുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ സ്റ്റിച്ച് കണ്ടാൽ ഇരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ചെയിൻസും ഒരേ സൈസ് ആയിരിക്കണം. ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ആ ഒരു ഡിസൈനിന് അത്ര ഭംഗി ഉണ്ടാവത്തില്ല. അപ്പോൾ എല്ലാ ചെയിനും ഒരേ സൈസ് ആണെങ്കിൽ അത് കാണാൻ നല്ലതായിരിക്കും. ലാസ്റ്റിൽ ഇനി എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം. എൻഡ് നോട്ട് അറിയാമല്ലോ, ഞാൻ 3 മെത്തേഡ് കാണിച്ചിരുന്നു. അപ്പോൾ അതിലേതാണോ നിങ്ങൾക്ക് ചെയ്യാൻ ഈസി ആയിട്ടുള്ളത് അത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇനി ഒരു സർക്കിൾ ഷേപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇതൊരു ചെറിയ സർക്കിളാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തൂടെ ഞാൻ ഒരു വലിയ സർക്കിൾ കൂടി ഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ത്രെഡ് മുകളിലെടുത്തു. ഇവിടെ ഞാൻ ആദ്യം ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലോസ്ഡ് ഫിഗർ ആണെങ്കിൽ ലോക്ക് സ്റ്റിച്ച് ഇടാതെ ഡയറക്റ്റ് ചെയിൻ സ്റ്റിച്ച് ഇട്ട് തുടങ്ങാം. എന്നിട്ട് എൻഡ് നോട്ട് നമ്മൾ ആ ഫസ്റ്റ് ഇട്ട ചെയിനിൻ്റെ ഉള്ളിലായിട്ടായിരുന്നു എൻഡ് നോട്ട് ഇട്ടിരുന്നത്. അപ്പം അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ആദ്യം ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് വരിക ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് എൻഡ് നോട്ട് വരുമ്പം നമ്മൾ ആ ഫസ്റ്റ് ചെയ്ത ചെയിൻ്റെ ഉള്ളിലായിട്ടല്ല ഇടുന്നത്. കാരണം അവിടെ ലോക്ക് സ്റ്റിച്ച് ഉണ്ടല്ലോ ഓൾറെഡി. അതിന് തൊട്ടടുത്തായിട്ടായിരിക്കും എൻഡ് നോട്ട് ഇടുന്നത്. അത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം. അതുപോലെ സർക്കിൾ ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിൽ ചെയ്ത ഷേപ്പ് പോലെ അല്ല, എല്ലാ സൈഡും കർവ് ആണല്ലോ. അപ്പം ആ സർക്കിളിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ ചെയിനിൻ്റെ ലെന്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ആ സർക്കിളിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. അപ്പോൾ ആ ലാസ്റ്റ് ചെയിൻ വരുമല്ലോ, ആ ലാസ്റ്റ് ചെയിനിൽ തന്നെ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം. ഇനി വലിയ സർക്കിൾ ചെയ്യുന്ന കാണിക്കാം. ഇവിടെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഈ സർക്കിളിലും ലോങ് ചെയിൻ ഇട്ടാൽ നമുക്ക് എങ്ങനെ ഇരിക്കുമെന്ന് കാണിക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അറിയാതെ നമ്മൾ ഇടയ്ക്കൊക്കെ ലോങ് ചെയിൻ ഇട്ട് പോവും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഫിനിഷിങ്ങിൽ വരുന്ന പ്രശ്നമെന്ന് ഞാനിങ്ങനെ ചെയ്ത് തന്നെ കാണിക്കുന്നത്. ഇതുപോലെ ലോങ് ചെയിനിൽ ചെയ്യുമ്പോൾ സർക്കിളൊക്കെ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് വന്നു. പക്ഷേ ആ ഒരു ചെയിനിൻ്റെ കണ്ടിന്യൂറ്റിയും പെർഫെക്ഷനും ഒന്നും നല്ലതായിരിക്കത്തില്ല. സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു 4-5 ചെയിൻ ഇട്ടിരിക്കുന്നുണ്ടോ, അത് കഴിഞ്ഞ് ബാക്കി ലോങ് ചെയിനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിയേ. അപ്പോൾ നമ്മൾ ബ്ലൗസൊക്കെ ചെയ്യുമ്പം ഇതുപോലെ ലോങ് ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈനിൻ്റെ പെർഫെക്ഷനേ ഇല്ലാതാവും. അതുപോലെ നീഡിലിൻ്റെ പൊസിഷൻ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മളത് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞാണ്, 90 ഡിഗ്രിയിൽ തന്നെ നീഡിൽ പിടിച്ചിരിക്കണം. എങ്കിലേ നമുക്ക് താഴെ ആ ഒരു ത്രെഡിനെ മുകളിലേക്ക് എടുത്ത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ ഈ സർക്കിൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പൊസിഷൻ മാറ്റിയോ അല്ലെങ്കിൽ ഈ ഫ്രെയിമിൻ്റെയോ സ്റ്റാൻഡിൻ്റെയോ പൊസിഷനോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഒരേ പൊസിഷനിൽ തന്നെ ഫ്രെയിമും സ്റ്റാൻഡും എല്ലാം വെച്ചിരിക്കണം. നമ്മളും അതേ പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സൈഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറിയിരിക്കുകയോ അല്ലെങ്കിൽ ഫ്രെയിം തിരിച്ചു വെക്കുകയോ ഒന്നും ചെയ്യരുത്. തുടക്കത്തിൽ തന്നെ എല്ലാ പൊസിഷനിലും നമ്മളുടെ കൈ റൊട്ടേറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിരിക്കണം. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്ന ഇതേ രീതിയായിരിക്കും നമ്മൾ പിന്നെയും അടുത്ത സ്റ്റിച്ചുകളൊക്കെ വരുമ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാ ഇടത്തേക്കും നമ്മൾ ആ നീഡിൽ റൊട്ടേറ്റ് ചെയ്യാനും അതുപോലെ സ്റ്റിച്ചുകൾ വരുമ്പോഴും നമ്മൾ എല്ലാ ഭാഗത്തേക്കും കൈ റൊട്ടേറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും എല്ലാം ശീലമാക്കണം. ഇനി ഒരു ഗോബി ഷേപ്പും കൂടി കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ഹോംവർക്കിൽ തന്നിട്ടില്ലായിരുന്നു. കാരണം ഇതിൽ കർവ് വരുന്നത് കൊണ്ടാണ് ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്കിൽ തരാഞ്ഞത്. ഈ ഷേപ്പും ഒരു ചെറിയ സൈസും വലിയ സൈസും ചെയ്ത് കാണിക്കാം. ചെറിയ സൈസിൽ ഞാൻ ആ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. മുൻപേ ഉള്ള ഷേപ്സ് ചെയ്ത പോലെ തന്നെ ആദ്യം ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറിയ ചെയിനിൽ കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് ചെയിൻ വരുമ്പം അവിടെ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുക. വലിയ തിലകം ഷേപ്പ് ഞാൻ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇത് ഞാൻ മിഡിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് ലോക്ക് സ്റ്റിച്ച്, പിന്നെ ചെയിൻ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ കോർണർ എത്തിയാൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. നമുക്ക് എങ്ങോട്ടാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇപ്പം നമുക്ക് ആ നീഡിലിരിക്കുന്ന സൈഡിലേക്കല്ലേ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഡയറക്റ്റ് നമ്മൾ ചെയിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കർവ് ഷേപ്പ് ആയിരിക്കും നമുക്ക് മുകളിൽ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മുകളിൽ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ചെയിൻ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോർണർ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇനി ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ചെയിൻ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഷേപ്സ് കാണിക്കാം. ഈ ഒരു 4 ക്ലാസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ ഡിസൈൻസ് ആണെങ്കിലും ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. ചെയിൻ സ്റ്റിച്ച്, എൻഡ് നോട്ട്, ലോക്ക് സ്റ്റിച്ച്, പിന്നെ കർവ്സ്. ബിഗിനേഴ്സിന് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷേ പ്രാക്ടീസ് കൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഈ ഒരു സർക്കിൾ ഷേപ്പ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കർവും പ്രാക്ടീസ് ആവും, അതുപോലെ എല്ലാ ഡയറക്ഷനിലേക്ക് കൈയും റൊട്ടേറ്റ് ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്